എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇപ്പം ഞാനൊന്ന് നടന്നിട്ട് വന്നിട്ട് ഒരു വീഡിയോ എടുക്കുകയാണ്. ഞാൻ ഭയങ്കരമായിട്ട് വേർത്ത് കുളിച്ചിരിക്കുക. ശരിക്കും കണ്ണാടിയൊക്കെ വെക്കുമ്പം നമുക്ക് കണ്ണാടിക്കൊക്കെ അങ്ങ് മൂടൽ പോലെ തോന്നുന്നു. എന്നാലും ക്ലിയറായിട്ട് കാണാത്തതുകൊണ്ട് അത് വെക്കാതിരിക്കാനും പറ്റില്ല. അപ്പോൾ ഇപ്പം ശരിക്കും UAE ഭയങ്കര ചൂടായതുകൊണ്ട്, ഇവിടെ ജൂലൈ ഓഗസ്റ്റ് സമ്മർ ആയതുകൊണ്ട് ശരിക്കും പല ദിവസങ്ങളിലും പുറത്ത് പോകാൻ മടിയായിരിക്കും, വൈകിട്ട് നടക്കാൻ പോകാനൊക്കെ. പിന്നെ ചിലപ്പം നമുക്ക് വീട്ടിലെന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് എല്ലാവർക്കും കൂടെ പോകാൻ പറ്റുന്ന വൈകിട്ടായതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ വൈകിട്ട് പുറത്ത് പോകുമ്പോൾ പിന്നെ നടക്കാനും പറ്റില്ല. എന്നാലും ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചിലപ്പോൾ ലൈഫിൽ ചില ഡെസിഷൻസൊക്കെ എടുക്കും. ഇന്നതുപോലെ എല്ലാ ദിവസവും ചെയ്യണം. പിന്നെ നമുക്ക് നല്ല, പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ ഡയറ്റ്, ഫിറ്റ്നസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാം അത് കൃത്യമായിട്ട് ചെയ്യണം എന്ന് വിചാരിക്കും. പക്ഷേ നമുക്കിപ്പം ഒരു വീടും ഒരു ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എപ്പോഴും അത് ഒത്തുന്നു വരില്ല. എന്നാലും മാക്സിമം അത് ചെയ്യുക തന്നെ വേണം. അപ്പോൾ എന്തായാലും ഞാൻ ഇതുപോലെ കുറേ ദിവസത്തേക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് പിന്നെ അങ്ങ് ഭയങ്കര മടിയായി നടക്കാൻ പോകാനായിട്ട്. അപ്പം എന്നിട്ട് പക്ഷെ ഞാൻ ഇപ്പം വൈകിട്ട് ഇവിടെ എല്ലാവരും ഓരോ ക്ലാസ്സിനും കാര്യത്തിനും പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനങ്ങ് നടക്കാൻ പോകാം. കാരണം ഉച്ചയ്ക്ക് നമ്മൾ ഓഫീസിൽ പോയിട്ട് ഉച്ച കഴിഞ്ഞ് വന്ന് പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഒരു മടി വരും. പക്ഷെ എന്നാലും മടി ഉണ്ടെങ്കിലും നമുക്ക് ഉള്ളിലറിയാം. അപ്പം നമ്മളിപ്പോൾ ഒരു കാര്യം മുന്നോട്ട് ചെയ്യണോ വേണ്ടായോ എന്ന് ഞാൻ ഡെസിഷൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പം ഈ കാര്യം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇപ്പോഴാണോ നല്ലത്, മുന്നോട്ട് എന്നും നല്ലതായിരിക്കുമോ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കതിനൊരു തീരുമാനം എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ശരി, ഇപ്പം നമ്മൾ പോയില്ലെങ്കിൽ ഇപ്പം നമുക്ക് വേറെ എന്തെങ്കിലും കാര്യം വീട്ടിലിരുന്ന് ചെയ്യാം. പക്ഷെ അതുപോലെയല്ല, ഇപ്പം നമ്മൾ നടക്കാൻ പോകുന്നു, അങ്ങനെ എന്നും നമ്മൾ നടക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് എന്നും അത് നല്ലതായിരിക്കും. ഒന്ന് നമ്മൾ ചിട്ടയോടുകൂടി ഒരു കാര്യം ചെയ്യുന്നത്, പിന്നെ നമ്മുടെ ഹെൽത്തിന് ഭയങ്കര ഗുണമായിരിക്കും. പിന്നെ മെൻ്റലി ഭയങ്കര ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു കാര്യം ചെയ്ത ഒരു സാറ്റിസ്ഫാക്ഷൻ. ഞാനിപ്പോൾ സാധാരണ നടക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ 1 hour ഉറപ്പായിട്ടും നടക്കും. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ കോമ്പൗണ്ടിന് ചുറ്റും ഒരു 3 റൗണ്ട് നടക്കുമ്പോൾ 1 hour ആവും. പിന്നെ അത് 1 റൗണ്ട് നടക്കാം, 2 റൗണ്ട്സ് നടക്കാം, എത്ര വേണില്ല. പക്ഷേ എൻ്റെ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 റൗണ്ട്സെങ്കിലും നടക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. എനിക്ക് അത്രയും ചെയ്യാൻ പറ്റിയല്ലോ എന്നും, അല്ലെങ്കിൽ എൻ്റെ ബോഡിക്ക് അത്രയും പ്രയോജനമുള്ള കാര്യം നമ്മൾ ചെയ്തല്ലോ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സാധാരണ ഇപ്പോഴത്തേക്ക് നമുക്ക് സന്തോഷം തരാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ നീട്ടിവെക്കും, അല്ലെങ്കിൽ മാറ്റി വയ്ക്കും, അല്ലെങ്കിൽ ചെയ്യത്തില്ല, ഒരിക്കലും ചെയ്യാൻ താല്പര്യപ്പെടുത്തില്ല. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്തെങ്കിലും ആകാനോ എന്തെങ്കിലും നേടാനോ ഒന്നും പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെ നടക്കാൻ പോയാലും വെയിറ്റൊന്നും ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നില്ല വലുതായിട്ട് വെയിറ്റൊന്നും കുറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷെ അത് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം നമുക്ക് കിട്ടും. മെയിനായിട്ട് നമ്മൾ അങ്ങനെയുള്ളതെന്ന് വെച്ച് നോക്കുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. കാരണം ഇന്നിപ്പോൾ എല്ലാവരും, ചിലർ പറയും ഫിസിക്കൽ ഫിറ്റ്നസ്സും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബോഡിക്ക് ഭയങ്കര ഗുണം. ബോഡിക്ക് ഗുണത്തേക്കാളേറെ നമ്മുടെ മനസ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനും സന്തോഷമുള്ള എല്ലാ ഇതും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്കിത് ഭയങ്കര ഒരു നല്ല ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു എഫേർട്ടും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അപ്പം ഞാനിപ്പം ആരുടെ ഹെൽപ്പ് നമുക്ക് വേണ്ടി, ഇപ്പം നമ്മളൊരു ജിമ്മിൽ പോയി ജോയിൻ ചെയ്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് അവിടെ വരെ പോകണം, അല്ല അതിന് നമ്മളൊരു വണ്ടി എടുത്ത് പോകണം. ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അത്രയും ടൈം അവിടെ പോയി. അതേസമയം നമ്മളിവിടെ എല്ലാം നടക്കുമ്പോഴത്തേനും നമുക്ക് ആരുടെ ഹെൽപ്പ് വേണ്ട. ഏത് ടൈമിൽ വേണേലും, രാവിലെ പോകുന്നവർക്ക് രാവിലെ പോകാം, വൈകിട്ട് അത് കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് ചെയ്യാൻ പറ്റും. എപ്പോഴും ഞാനെപ്പോഴും ചിന്തിക്കാൻ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മൾ ആദ്യം ചെയ്യാം. അത് കുറേ നാൾ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. കാരണം ചിലപ്പോൾ പലരും ജിമ്മിൽ ജോയിൻ ചെയ്യും, പിന്നെ ഒരു 2 days പോവും, 3rd day എന്തെങ്കിലും കാര്യം വരും, പിന്നെ 4th day ചിലപ്പോൾ പോവും, പിന്നെ അല്ലെ വേറെ എന്തെങ്കിലും, അങ്ങനെ ചിലപ്പോൾ അതങ്ങ് നടക്കാതെ പോകും. പക്ഷെ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടിനുള്ളിൽ നിൽക്കുന്ന കാര്യമാണെങ്കിൽ നമുക്ക് എപ്പോഴും പോകാൻ പറ്റും. പിന്നെ
അപ്പോൾ രണ്ട് കാര്യമാണ് ശരിക്കും ഞാനിപ്പം അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവാം ആദ്യം. അത് കുറേ നാൾ സ്റ്റഡി ആയിട്ട് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. പിന്നെ എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം മുടങ്ങി ഒരു 1 വീക്കോ, ഫോർ എക്സാമ്പിൾ ഇപ്പം എനിക്ക് ചിലപ്പോൾ ഞാൻ ബ്രേക്ക് എടുക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പീരീഡ്സ് ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ചൂടത്ത് നടക്കാൻ, ഞാൻ പോവാറില്ല. അങ്ങനെ ചിലപ്പോൾ ഒരു ബ്രേക്ക് വരും. പിന്നെ അല്ലെ നമ്മൾ ഈവനിങ്ങിൽ ഇപ്പോൾ വീക്കെൻഡ് ആകുമ്പോൾ പുറത്ത് എവിടെയെങ്കിലും പോവും, അല്ല ഇടയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഈവനിങ്ങിൽ പുറത്ത്, ഞാൻ ഈവനിങ്ങിലാണ് നടക്കാൻ പോകും, അപ്പോൾ പോകുമ്പം അങ്ങനെ നടക്കാതെ വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ കാര്യം നടക്കാതെ വരുമ്പോൾ നമ്മൾ പിന്നെ അത് ഇട്ടിട്ട് പോകും. പക്ഷെ എന്നാലും ഞാൻ പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. കാരണം ഉള്ളിലൊരു വിചാരമുണ്ട് ഇത് ബ്രേക്ക് ചെയ്യണ്ട, എന്തായാലും പിന്നെയും സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഒരു കാര്യം നിന്ന് പോയാലും വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ മടിക്കണ്ട, അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്യാം. വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് അത് എത്രമാത്രം ചെയ്യാൻ പറ്റും എന്നറിയില്ല, അതുകൊണ്ട് അതിന് വേണ്ടി നമ്മൾ അധികം നോക്കണ്ട. അപ്പോൾ ഈ 2 കാര്യമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ശരിക്കും ഞാനിന്ന് നടക്കാൻ പോയപ്പം ഞാൻ ആലോചിച്ചു, പലപ്രാവശ്യം ഞാൻ വീഡിയോ ഇങ്ങനെ ഇതുപോലെ പറയുമ്പോഴും പിന്നെ അത് നടക്കാറില്ല. എന്തായാലും ഇനി മുതൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ എൻ്റെ ഓഫീസ് ലുക്സ് എന്നും പറഞ്ഞ് ഓഫീസ് സീരീസ് എന്നും പറഞ്ഞിട്ട് ഞാൻ ഇടാറുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഓഫീസിൽ പോകുന്നവർക്ക് എസ്പെഷ്യലി നമ്മളിപ്പോൾ മലയാളികളാകുമ്പം വേറൊരു കൺട്രിയിൽ വരുമ്പം ചുരിദാർ, ഷോള് ഇതൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി അത് വാഷ് ചെയ്യാനും അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്കിങ്ങനെ കാഷ്വലായിട്ട് ഇടാൻ പറ്റുന്ന കുറച്ച് കളേഴ്സ്, എങ്ങനെ അത് കോമ്പിനേഷൻസ് എടുക്കാം, അങ്ങനത്തെയൊക്കെ രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ഞാൻ ഡെയിലി പോകുമ്പം പിന്നെ എനിക്ക് നോക്കുമ്പോൾ കാണാമല്ലോ ഞാൻ ഇന്നതുപോലെയാണ് പോയത്, ഇതായിരുന്നു അന്ന്, ഈ ഡ്രസ്സാണ് അന്ന് വെയർ ചെയ്ത്. അപ്പോൾ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ആ വീഡിയോ എല്ലാവരും കാണണം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചാനൽ ഒത്തിരി നാൾ മുമ്പ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഇപ്പോഴും വളരെ കുറച്ചായിട്ടാണ് നിൽക്കുന്നത്. അപ്പം ആരെങ്കിലും ഈ വീഡിയോ കണ്ടു പോകുന്നുണ്ടെങ്കിൽ ദയവേത് അവരെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മിക്കവാറും എല്ലാ ദിവസവും ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. കൂടുതൽ ചിലപ്പോൾ ഷോർട്സ് ആയിരിക്കും, എന്നാലും ഇടും. ഷോർട്സ് ആണെങ്കിലും അല്ലാത്ത വീഡിയോ ആണെങ്കിലും നിങ്ങളത് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം മുഴുവനും. പ്രത്യേകിച്ച് അമ്മമാർക്കൊക്കെ അല്ലെങ്കിൽ നമ്മളെ മലയാളി അമ്മമാർക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കും. കാരണം നമ്മുടെ കൾച്ചറായിരിക്കില്ല വേറൊരു കൺട്രിയിലുള്ള ഒരു അമ്മയ്ക്കുള്ളത്. അപ്പോൾ അതേപോലെ നമ്മളെപ്പോലുള്ള എന്നെപ്പോലുള്ള അമ്മമാർക്കൊക്കെ പ്രയോജനപ്പെടുന്ന പോലുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ, അല്ലെ എൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കും കൂടുതൽ പറയുന്നത്. അപ്പം ആരെങ്കിലും ഈ വീഡിയോ ഇന്നിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് വേറെ ആർക്കെങ്കിലും പ്രയോജനപ്പെടുമെന്ന് തോന്നുവാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാൻ വേണം. താങ്ക് യു, ബൈ.